കാനായിലെ കല്യാണത്തിന് സന്നിഹിതനായിക്കൊണ്ട് വിവാഹ ജീവിതത്തെ പവിത്രീകരിച്ച ഈശോയെ, കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചവരും പ്രവേശിക്കാൻ ഒരുങ്ങുന്നവരുമായ സകലരെയും നിൻ്റെ കനിവാർന്ന കരം നീട്ടി അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഈ ഉടമ്പടിയുടെ ഗൗരവവും ആഴവും ഉൾക്കൊണ്ടുകൊണ്ട് തിരഞ്ഞെടുത്ത ഈ വിളിയിൽ ആഴപ്പെട്ടുകൊണ്ട് ജീവിതത്തിൻ്റെ അർത്ഥം കണ്ടെത്താൻ സകല കുടുംബജീവിതക്കാരെയും അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പ്രിയമുള്ളവരെ, വിവാഹ ജീവിതത്തെ ഞാൻ നോക്കിക്കാണുന്നത് ഒരു പ്രത്യേക വീക്ഷണത്തിലൂടെയാണ്. വിവാഹ ജീവിതത്തിലൂടെ ജീവിതത്തിൻ്റെ അർത്ഥം തേടി ആ വിളി സ്വീകരിച്ച വിവാഹിതര്, പൗരോഹിത്യ ജീവിതത്തിലൂടെ ആ വിളിയുടെ അർത്ഥം തേടി കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന എൻ്റെ പൗരോഹിത്യ ജീവിതം, സന്യാസ ജീവിതത്തിലൂടെ സന്യാസ ജീവിതത്തിൻ്റെ അർത്ഥം കണ്ടെത്തി കൊണ്ടിരിക്കുന്ന സമർപ്പിതര്, ഈ 3 ജീവിതാന്തസ്സുകളിലൂടെ നമ്മൾ തേടുന്നത് ഒരേ സത്തയെ, ചെന്നെടുത്തുന്നത് ഒരേ സത്തയിൽ. വിവാഹ ജീവിതത്തെ നമ്മൾ നോക്കിക്കാണുമ്പോൾ ഞാൻ സാധാരണ ഇങ്ങനെ കാണാറുണ്ട്. 2 മലഞ്ചെരുവിൽ നിന്ന് ഉത്ഭവിക്കുന്ന 2 കൊച്ചരുവി രണ്ടായി ഇങ്ങനെ ഉത്ഭവിച്ച്, എന്നിട്ടത് രണ്ടും കൂടെ ഒന്നായി, തോടായി, പുഴയായി, കായലായി, കടലായി. 5 കൂട്ടങ്ങൾ വിവാഹ ജീവിതത്തിൽ ഒന്നാവണം. 2 മനസ്സുകൾ തമ്മിൽ ഒന്നാവണം, 2 ആത്മാവുകൾ തമ്മിൽ ഒന്നാവണം, 2 ശരീരങ്ങൾ തമ്മിൽ ഒന്നാവണം, 2 ഭവനങ്ങൾ തമ്മിൽ ഒന്നാവണം, 2 സംസ്കാരങ്ങൾ തമ്മിൽ ചില വിവാഹങ്ങളിൽ ഒന്നാവണം. ഇങ്ങനെ ഈ 5 കൂട്ടവും ഒന്ന് ചേരാനുള്ള വിളിയാണ് വിവാഹ ജീവിതം. വിവാഹ ജീവിതത്തിൻ്റെ അർത്ഥവും ഇതിൻ്റെ ഉടമ്പടിയുടെ ഗൗരവവും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഈശോയെ പരീക്ഷിക്കുവാൻ വേണ്ടി ഫരിസേയർ ഈശോയുടെ അടുക്കൽ വന്ന് ചോദിച്ചത്. ചോദ്യം ഇതാണ്: ഫരിസേയർ അടുത്ത് ചെന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഏതെങ്കിലും കാരണത്താൽ ഒരുവൻ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? ഏതെങ്കിലും കാരണവശാൽ ഒരുവൻ തൻ്റെ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതം ആണോ എന്ന ചോദ്യത്തിന് ഈശോ കൊടുത്ത ഉത്തരം ഇതൊരു ഉടമ്പടിയാണ്. പഴയ നിയമത്തിൻ്റെ പശ്ചാത്തലത്തിൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ എന്ന ആ ഒരു ചിന്ത അവർക്കായി ഈശോ പങ്കിട്ടു. ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണം വിവാഹ ഉടമ്പടിയുടെ ഗൗരവം മനസ്സിലാക്കാൻ, ഉടമ്പടിയുടെ അർത്ഥം അറിയാൻ. യെരമ്യാ പ്രവാചകൻ 34:18 തിരുവചനത്തിൽ ഉടമ്പടിയുടെ ഗൗരവം വ്യക്തമാക്കുന്നുണ്ട്. വെട്ടിപ്പിളർന്ന കാളക്കുട്ടിയുടെ നടുവിലൂടെ നടന്ന് എടുക്കുന്ന ഉടമ്പടി ലംഘിച്ചാൽ ഉടമ്പടി ലംഘിക്കുന്നവനെ കാളക്കുട്ടിയെ പോലെ ആക്കും. പഴയ നിയമത്തിൽ ഉടമ്പടി എടുക്കുന്നത് അങ്ങനെയാ. കാളക്കുട്ടിയെ വെട്ടിമുറിച്ച് വെക്കണം, ആട്ടിൻകുട്ടിയെ വെട്ടിമുറിച്ച് വെക്കണം. വെട്ടിമുറിച്ചിട്ട് ആ മുറിപ്പാടിൻ്റെ നടുവിലൂടെ നടന്നിട്ട് വേണം ഉടമ്പടി എടുക്കാൻ. അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ: ഈ എടുക്കുന്ന ഉടമ്പടി ലംഘിച്ചാൽ ഈ ഉടമ്പടി ലംഘിക്കുന്നവനെ ഈ കാളക്കുട്ടിയെപ്പോലെ വെട്ടിമുറിച്ചോ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇത്രയും ഗൗരവമുള്ള ഈയൊരു ഉടമ്പടി വീണ്ടും ഈ ഉടമ്പടിയുടെ അതേ അരൂപിയിൽ തന്നെ പ്രഭാഷകന്റെ പുസ്തകം 23-ാം അധ്യായം 18-ാമത്തെ തിരുവചനത്തിലും വ്യക്തമാക്കുന്നുണ്ട്. വിവാഹ ഉടമ്പടി ലംഘിക്കുന്നവൻ ആത്മഗതം ചെയ്യുന്നു, ഇരുട്ടെനിക്ക് മറ, ഭിത്തി എന്നെ ഒളിപ്പിക്കുന്നു. വിവാഹ ഉടമ്പടി ലംഘിക്കുന്നവൻ ആത്മഗതം ചെയ്യുന്നു, ഇരുട്ടെനിക്ക് മറ, ഭിത്തി എന്നെ ഒളിപ്പിക്കുന്നു. തൊട്ടടുത്ത വചനം: 10,000 മടങ്ങ് സൂര്യൻ്റെ ശോഭയോടുകൂടെ കർത്താവെല്ലാം കാണുന്നു. 10,000 മടങ്ങ് സൂര്യൻ്റെ ശോഭയോടുകൂടെ കർത്താവെല്ലാം കാണുന്നു. ഇരുട്ടിൻ്റെ മറയിൽ, ഭിത്തിയുടെ മറയിൽ ഞാനും നിങ്ങളും ചെയ്തു കൂട്ടുന്ന ഓരോ തെറ്റും 10,000 മടങ്ങ് സൂര്യൻ്റെ ശോഭയോടുകൂടെ കർത്താവ് കാണുന്നു. ഇത്രയും ഗൗരവമുള്ള ഒരു ഉടമ്പടിയാണ് സ്ത്രീയും പുരുഷനും വിവാഹമെന്ന ഉടമ്പടിയിലൂടെ എടുക്കുക. തെറ്റ് ചെയ്യുന്നവന് ശിക്ഷയുണ്ട്. ഏദൻ തോട്ടത്തിൽ ദൈവം കൊടുത്ത കൽപ്പനയിൽ നിന്ന് വ്യതിചലിച്ചപ്പോൾ 2 പേരും കൂടെ കുടുംബജീവിതത്തിൻ്റെ ആഴവും അർത്ഥവും അറിഞ്ഞ് ഒരു ഹൃദയമായി എൻ്റെ ആസ്തിയുടെ ആസ്തിയും മാംസത്തിൻ്റെ മാംസവും എന്ന് പറഞ്ഞുകൊണ്ട് തുടക്കം കുറിച്ച കുടുംബജീവിതത്തിൻ്റെ അടിക്കല്ലിളകിയത് എപ്പോഴെന്ന് നമുക്കറിയാം. വചനത്തിൽ നിന്ന് വ്യതിചലിച്ചപ്പോഴാണ്. ആ നഷ്ടപ്പെട്ട കുടുംബജീവിതത്തിൻ്റെ താളം തിരിച്ചു കിട്ടാൻ വേണ്ടി വീണ്ടും വന്നവനാണ് മിശിഹ എന്ന് നമുക്കറിയാം.
ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണം ആ ഉടമ്പടിയുടെ അല്ലെങ്കിൽ പഴയ നിയമത്തിലെ ഈ ഒരു പശ്ചാത്തലവും കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അന്ന് അവർ തെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ രണ്ടുപേരും കൂടെ മരക്കമ്പിൻ്റെ ഇടയിൽ കൊണ്ടുപോയി അവരുടെ മുഖം ഒളിച്ചു വെച്ചു. ഇന്നും തെറ്റ് ചെയ്യുന്ന മനുഷ്യൻ, അത് കുടുംബജീവിതമായാലും ഏത് ജീവിതാന്തസ്സായാലും, തെറ്റ് ചെയ്യുമ്പോൾ അവൻ്റെ മുഖം കൊണ്ടുപോയി മറച്ചു വെക്കും. മരക്കമ്പിൻ്റെ ഇടയിൽ കൊണ്ടുപോയി മുഖം മറച്ചു വെച്ചു. കുറ്റവാളികളെ കുറ്റകൃത്യത്തിൽ നിന്ന് അവർ പിടിച്ചു കഴിയുമ്പോൾ സാധാരണഗതിയിൽ അവരും അവരുടെ മുഖം മറച്ചു വെക്കാറുണ്ട്. കൊച്ചു കുഞ്ഞുങ്ങൾ വീട്ടിലായിരിക്കുമ്പോൾ ചെയ്യുന്ന ഒരു കൊച്ചു കാര്യം നമ്മൾ ഓർക്കുന്നത് ഉണ്ടാവും. കാപ്പി കുടിച്ചിട്ട് കപ്പ് പൊട്ടിച്ച് കഴിയുമ്പോൾ കൊച്ചു കുഞ്ഞുങ്ങൾ എന്തു ചെയ്യും? അവരുടെ മുഖം അവർ കൊണ്ടുപോയി എവിടെയെങ്കിലും വാതിലിൻ്റെയോ കട്ടിലിൻ്റെ അടിയിൽ കൊണ്ടുപോയി ഒളിച്ചു വെക്കും. അപ്പൻ പതുക്കെ കയറി വരുന്ന ആ കാലച്ച കേൾക്കുമ്പോൾ കുഞ്ഞിൻ്റെ ഹൃദയം കിടന്ന് പതുക്കെ ഇടിപ്പ് തുടങ്ങും. അപ്പൻ്റെയും ഹൃദയം ഇടിക്കും. കോടതി തൊട്ടടുത്ത് നിൽപ്പുണ്ട്. അമ്മയാണ് കോടതി. കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ മോൻ അല്ലെങ്കിൽ മോൾ ഇന്ന് കാപ്പി കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു കപ്പ് പൊട്ടിച്ചു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ആ അപ്പൻ ചെന്ന് പതുക്കെ കട്ടിലിൻ്റെ അടിയിലായിരിക്കുന്ന കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് അന്ന് കൊണ്ട് ചെന്ന് മൊട്ടായി പൊളിച്ച് കുഞ്ഞിൻ്റെ വായിലേക്ക് വെച്ച് കൊടുക്കും. അത്രയേ ഉള്ളൂ. പക്ഷേ അപ്പൻ്റെ കാലൊച്ച ആ കുഞ്ഞവൻ്റെ ജീവിതത്തിൽ ആദ്യം കേൾക്കുന്നത് നടക്കല്ലേൽ കൂടെ നടന്ന് കയറി വരുന്ന കാലൊച്ച കേട്ടതെന്ന കാപ്പി കുടിച്ചിട്ട് കപ്പ് പൊട്ടിച്ച് മുഖം മറച്ച് കട്ടിലിൻ്റെ അടിയിൽ ഒളിച്ചിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിലാണ്. ഔവായും ദൈവത്തിൻ്റെ കാലൊച്ച കേട്ടു. കുടുംബജീവിതത്തിൻ്റെ ആ സത്ത എന്തെന്നറിഞ്ഞ് ഒരു ഹൃദയമായി തുടങ്ങിയ കുടുംബജീവിതത്തിൻ്റെ അടിക്കല്ല് ഇളകിക്കഴിഞ്ഞപ്പോഴാണ് അവർ ദൈവത്തിൻ്റെ കാലൊച്ച കേട്ടു. മുഖം കൊണ്ടുപോയി മറച്ചു വെച്ചു. മുഖം നഷ്ടപ്പെട്ട മാനവരാശിക്ക് മുഖം നൽകാൻ വേണ്ടിയിട്ടാണ് വചനം മാംസമായവൻ വീണ്ടും ഈ മണ്ണിൽ മുഖം കുത്തി വീണത്. ഈ ഉടമ്പടിയുടെ പശ്ചാത്തലത്തിൽ വിവാഹ ജീവിതത്തിൻ്റെ ആഴവും അർത്ഥവും ഉൾക്കൊണ്ടുകൊണ്ട് ഈ രീതിയിൽ നമ്മൾ നോക്കി കണ്ടു കഴിയുമ്പോഴാണ് ഈ വിവാഹ ജീവിതത്തെ 5 കൂട്ടങ്ങൾ ഒന്നായി ചേർന്നിട്ട് ആ 5ഉം കൂടി ഒന്നായി ഒഴുകി അവസാനം കടലിലേക്കാണിത് യാത്ര ചെയ്യുക. ഉടമ്പടിയാണെന്ന് നാം കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഈ കടലിനെ ലക്ഷ്യമാക്കി ഉള്ള ഒരു യാത്രയാണ്. എന്താണ് കടല്? കടല് ദൈവമാണ്. 5 കൂട്ടം ഒന്ന് ചേരണമെന്ന് സൂചിപ്പിച്ചു. 2 മനസ്സുകൾ തമ്മിൽ ഒരുമിച്ച് ചേരണം. ഒരിക്കലും വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ച ഒരു സ്ത്രീയും പുരുഷനും പറഞ്ഞു, ഞങ്ങൾ ഒരു മുറിയിലാ, പക്ഷേ ഞങ്ങളുടെ മനസ്സുകൾ തമ്മിൽ ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരമുണ്ട്. ഒരു മനസ്സായി ജീവിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടിട്ട് മനസ്സുകൾ തമ്മിൽ അകന്ന് ജീവിക്കുമ്പോൾ ആ അകലം ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരമുണ്ടെന്ന് സൂചിപ്പിച്ചു. വീണ്ടും 2 സംസ്കാരങ്ങൾ തമ്മിൽ ഒരുമിച്ച് ചേരണം വിവാഹ ജീവിതത്തിൽ. എന്തിനാണ്? കുരിശ് വരച്ച് പഠിച്ച ഒരു യുവാവ്, കുരിശ് വരച്ച് പഠിച്ച ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കേണ്ട ആവശ്യകത സാംസ്കാരികമായിട്ട് പോലുമുണ്ട്. ഞാൻ ഓർക്കുന്നു, ഞാനായിരിക്കുന്ന ദേവാലയത്തിൻ്റെ തൊട്ടപ്പുറത്ത് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. കമ്പ്യൂട്ടറാണ് 2 പേരും. വിവാഹം കഴിഞ്ഞു. പിതാവ് തന്നെ നേരിട്ടിടപെട്ട് ഇന്റർകൾട്ട് മാരേജ് അനുവാദം കൊടുത്ത് വിവാഹം കഴിച്ചു. 2-3 വർഷക്കാലം എല്ലാം ഹൃദയത്തിൽ ഒതുക്കി. ആദ്യം അവൻ ഒടിച്ച് എറിഞ്ഞത് കുരിശ, പിന്നീട് കത്തിച്ചത് ബൈബിളാ. അമ്പലത്തിൽ പോകാം, ഗണപതി അമ്പലത്തിൽ പോകാം, പൊട്ടു തൊടാം, എന്നിട്ട് വേണം വീട്ടിൽ കയറി വരാൻ. ദേവാലയത്തിൽ ദർശനം മാത്രമേ അവൻ അനുവദിച്ചുള്ളൂ. 2 സംസ്കാരങ്ങൾ തമ്മിൽ ഒന്നു ചേരാതെ വന്നു കഴിഞ്ഞപ്പോൾ പലപ്പോഴും പള്ളിമുറ്റത്തിരുന്ന് 2 പേരും കൂടെ സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ട്. സന്തോഷം തോന്നി. ജീവിതത്തിൽ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ച ആ ആദ്യ കാലഘട്ടങ്ങളിൽ അവരിരുന്ന് ഓരോ കാര്യങ്ങൾ പങ്കുവെക്കുന്നത് കാണുമ്പോൾ സന്തോഷം തോന്നി. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അറിയുക, അവൻ ബോംബെയിലെത്തിയിട്ട് വിളിച്ചു പറഞ്ഞു അവളെ കയറ്റി വിട്ടേക്കാൻ. വീട്ടുകാരേതായാലും മറുപടി കൊടുത്തു, കയറ്റിവിടാൻ ചരക്കല്ല. ഇനി ദേവാലയത്തിലേക്ക്, അരമനയിലേക്ക് പോകണം വിവാഹമോചനത്തിനായി. കത്തോലിക്ക സഭയിൽ വിവാഹമോചനം ഇല്ല. പിന്നെന്താ? നള്ളിഫൈ ചെയ്യുക. അതെയോ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് ബൈബിളിൽ തൊട്ട് ഈ വിവാഹ ജീവിതത്തിന് സമ്മതമാണോ എന്ന് ചോദിക്കുമ്പോൾ അതേ എന്ന് പറയുമ്പോൾ മാനസിക രോഗിയാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ആ വിവാഹത്തിന് മോചനമല്ല, നള്ളിഫൈ ചെയ്യുക എന്ന് പറയും. അസാധുവാകുക എന്നേ ഉള്ളൂ അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇത്രയും ഗൗരവമുള്ള ഒരു ഉടമ്പടി, അതാണ് സംസ്കാരങ്ങൾ തമ്മിൽ ചേരണമെന്ന് സൂചിപ്പിക്കുക. ഈ സംസ്കാരങ്ങൾ തമ്മിൽ ചേരാതെ വരുമ്പോൾ അവിടെ പൊരുത്തക്കുറവ് ഉണ്ടാകുന്നു, അവിടെ പ്രശ്നങ്ങളാകുന്നു. അവസാനം ആ വിവാഹം തകർച്ചയിലേക്ക് ചെന്നെത്തുന്നു. വീണ്ടും 2 കുടുംബങ്ങൾ തമ്മിൽ ചേരണം. പറഞ്ഞിരുന്ന സ്ത്രീധനം കിട്ടാതെ വന്നു കഴിയുമ്പോൾ അതിൻ്റെ പേരിൽ നിത്യം ഭാര്യയെ വേദനിപ്പിക്കുന്ന ചില കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിച്ച പുരുഷന്മാരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഉടമ്പടിയാണെന്നും ഇതിൻ്റെ ഗൗരവം എന്തെന്നും അറിയാതെ ദൈവത്തിൻ്റെ ഉള്ളറിഞ്ഞ് ആ ഉള്ളും ഈ ഉള്ളും ഒന്നാകുന്ന ഒരു വിളിയായി വിവാഹ ജീവിതത്തെ കാണേണ്ടിയിരിക്കുന്നു. അപ്പോൾ 2 മനസ്സുകൾ തമ്മിൽ ചേരണം,
രണ്ട് സംസ്കാരങ്ങൾ തമ്മിൽ ചേരണം, രണ്ട് കുടുംബങ്ങൾ തമ്മിൽ ചേരണം, രണ്ട് ശരീരങ്ങൾ തമ്മിൽ ചേരണം. ഈ ഐക്യം, ഈ കൂട്ടായ്മയിലേക്ക്, പ്രത്യേകിച്ചും വിവാഹമെന്ന ഉടമ്പടിയിലൂടെ ഈ ഉടമ്പടിയുടെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട്, ഇതിൻ്റെ ആഴവാർത്ഥവും ഉൾക്കൊണ്ടുകൊണ്ട് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോഴേ ഇതിൻ്റെ ആ അർത്ഥം ഉൾക്കൊള്ളാനായിട്ട് കഴിയൂ. വീണ്ടും വിവാഹ ജീവിതത്തെ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 22-ാമത്തെ തിരുവചനത്തിൽ പൗലോസ് ശ്ലീഹ വ്യക്തമായിട്ട് പറയുന്നു, ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ. ഭാര്യമാരെ, ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിച്ച സ്നേഹം കൊണ്ട് സ്നേഹിക്കുവാൻ. ക്രിസ്തു സഭയെ സ്നേഹിച്ചത് എങ്ങനെയാ? കുറവുകളുള്ള സഭയെ കുറവുകളോടുകൂടി ചോര കൊടുത്ത് ക്രിസ്തു സഭയെ സ്നേഹിച്ചെങ്കിൽ, കുറവുകളുള്ള ഭാര്യയെ, കുറവുകളുള്ള ഭർത്താവിനെ കുറവുകളോടുകൂടെ ഈശോയുടെ സ്നേഹം കൊണ്ട് സ്നേഹിക്കാനുള്ള വിളിയാണ് വിവാഹ ജീവിതം. അതുകൊണ്ട് ഈ വിവാഹ ജീവിതത്തിൻ്റെ ആഴം ആ ഒരർത്ഥത്തിൽ നോക്കി കണ്ട് കഴിയുമ്പോഴാണ് 1 കൊറിന്തോസ് 12:3 ക്രിസ്തുവിൻ്റെ ശിരസ് പിതാവായ ദൈവം, ഭാര്യയുടെ ശിരസ് ഭർത്താവ്, ഭർത്താവിൻ്റെ ശിരസ് ക്രിസ്തു. 4 പേര് കൂടിയുള്ള ഒരു കൂട്ടുകെട്ടാണ്, ഒരു ഉടമ്പടിയാണ് വിവാഹ ജീവിതം. അപ്പോൾ ഈ രീതിയിൽ വിവാഹ ജീവിതത്തെ നോക്കിക്കണ്ട് ഇതൊരു ഉടമ്പടിയാണ് എന്നുള്ള ഗൗരവം മനസ്സിലാക്കി ഇതിൻ്റെ ആഴം, അർത്ഥം ഉൾക്കൊള്ളുമ്പോഴാണ് ഈ 5 കൂട്ടങ്ങൾ ഒന്നു ചേർന്ന് ഒഴുകിയെത്തുന്നത് കടലിലാണെന്ന് സൂചിപ്പിച്ചു. കടലിൽ ഓരോ ദിവസവും എന്ത് ചെയ്യുക? പണ്ടൊരിക്കൽ പുറംകടലിൻ്റെ ആഴം കിട്ടാൻ വേണ്ടി കുറേ ശാസ്ത്രജ്ഞന്മാർ 5 ദിവസം പണിയെടുത്തു. 5-ാം ദിവസവും ആഴം കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോൾ വാർത്ത വന്നു. വാർത്ത ഇത്രയേ ഉള്ളൂ, ഇറ്റ് ഈസ് സ്റ്റിൽ ഡീപ്പർ. ഈ കടലിന് ഇനിയും ആഴം ഉണ്ട്. വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ച ഓരോ സ്ത്രീയും പുരുഷനും വിവാഹ ജീവിതത്തിൻ്റെ ആദ്യത്തെ ആഴ്ച, ആദ്യത്തെ വർഷം, 10 കൊല്ലം, 100 കൊല്ലം, 1000 കൊല്ലം, കോടിക്കൊല്ലം, എത്ര കോടിക്കൊല്ലങ്ങൾ ജീവിച്ചാലും ശരി, they should feel that it is still deeper. ഈ കടലിന് ഇനിയും ആഴം ഉണ്ട് എന്നുള്ള ആ ഒരു അനുഭവത്തിലേക്ക് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ച ഓരോ സ്ത്രീയും പുരുഷനും അവരുടെ ജീവിതത്തിൽ ഓരോ ദിവസവും പുത്തൻ സ്നേഹം കൊണ്ട് സ്നേഹിക്കാൻ, ഇതുവരെ ഈ പ്രപഞ്ചത്തിൽ ആര് സ്നേഹിക്കാത്ത പുതിയൊരു സ്നേഹം കൊണ്ട് സ്നേഹിക്കാൻ വേണ്ടിയിട്ടുള്ള വിളിയാണ് കുടുംബജീവിതത്തിലേക്കുള്ള വിളി. ഇതുപോലെ തന്നെ പൗരോഹിത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഓരോ പുരുഷനും ഓരോ യുവാവും, സെമിനാരിയിൽ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ സൂചിപ്പിക്കാറുണ്ട്, യുവാവേ, നീ ഒരു പൗരോഹിത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ട് മുമ്പ് നിന്നിലേക്കും ദൈവത്തിൻ്റെ വചനം വീണ് കത്തുപിടിച്ചിട്ടേ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാവൂ. സമർപ്പിത ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നവരോട് സൂചിപ്പിക്കാറുണ്ട്, കന്യകാ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ട് മുമ്പ് ദൈവത്തിൻ്റെ വചനം വീണ് കത്തുപിടിച്ചിട്ടേ കന്യകാ ജീവിതത്തിലേക്ക് പ്രവേശിക്കാവൂ. കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നവരും ഓർക്കേണ്ട ഒരു കാര്യം, ഇതൊരു ജഡവും വേറൊരു ജഡവും കൂടെ കൂടിച്ചേരുന്ന ഒന്നല്ല. പിന്നെയോ ദൈവത്തിൻ്റെ വചനം വീണ് കത്തുപിടിച്ചിട്ട് വേണം വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ. അങ്ങനെ ഈ വിളി ദൈവമാകുന്ന സ്നേഹക്കടലിനെ ലക്ഷ്യമാക്കിയുള്ള ഒരു യാത്രയാണ്. ഈ കടലിൻ്റെ ആഴം കടലുമായി ബന്ധപ്പെട്ട് ആണ് ഇത് നിലനിൽക്കുക. ഇക്കഴിഞ്ഞ ദിവസം വലിയ തുറയ്ക്ക് അപ്പുറത്തുള്ള കടൽ തീരത്ത് ശംഖുമുഖത്ത് പിണറായി വിജയൻ പറഞ്ഞ ആ പ്രസംഗം ഞാനും തൊട്ടടുത്ത് നിന്ന് കേട്ടതാണ്. ഉറുദു കഥ ഇത്രയേ ഉള്ളൂ. കടലിൻ്റെ തീരത്ത് വന്ന് ഒരു കുഞ്ഞ് തിരമാലകൾ ഇങ്ങനെ ആവളം വയ്ക്കുന്നതും ഡാൻസ് കളിക്കുന്നതും കണ്ടു കഴിഞ്ഞപ്പോൾ ബക്കറ്റ് എടുത്തുകൊണ്ട് വന്ന് കടലിൽ നിന്ന് അല്പം വെള്ളം ബക്കറ്റിലേക്ക് കോരിയെടുത്തു. കുഞ്ഞിൻ്റെ ആഗ്രഹം ഈ കടലിലെ വെള്ളം ബക്കറ്റിലെടുത്ത് കഴിയുമ്പോഴും അവിടെ ഡാൻസ് ഉണ്ടാകും, ഓളമുണ്ടാകും, താളമുണ്ടാകുമെന്നാണ് കുഞ്ഞ് ചിന്തിച്ചത്. കുറച്ച് കഴിഞ്ഞ് ബക്കറ്റിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ ബക്കറ്റിൽ വെള്ളത്തിൽ, കടൽ വെള്ളത്തിൽ ഓളമില്ല, താളമില്ല. കുഞ്ഞിനരിശമായി. എവിടെ പോയി ഈ താളം? എവിടെ പോയി ഈ ഓളം? കുഞ്ഞ് വളരെ അരിശത്തോടുകൂടെ ബക്കറ്റിലെ കടൽ വെള്ളത്തോട് ചോദിച്ചു. അപ്പോഴാണ് കടൽ വെള്ളം പറഞ്ഞത്, മോനെ, എനിക്ക് ആ കടലിൻ്റെ മാറത്തട്ടുമായി ചേർന്നിരുന്നാലേ ഓളമുള്ളൂ, താളമുള്ളൂ. പിണറായി വിജയൻ ശംഖുമുഖം കടൽ തീരത്ത് ഇത്രയേ പറഞ്ഞുള്ളൂ. പേപ്പറുകാരും മീഡിയയുമാണ് അതിന് വേറെ വ്യാഖ്യാനങ്ങൾ കൊടുത്ത് വേറെ ചില രീതിയിൽ അത് വളച്ചൊടിച്ചതും പിന്നെ ഒരു 2 ദിവസത്തേക്ക് മീഡിയയ്ക്ക് എഴുതാൻ കിട്ടിയതും. ഇവിടെയും വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഓരോ സ്ത്രീയും പുരുഷനും ദൈവമാകുന്ന സ്നേഹക്കടലിൻ്റെ മാറത്തട്ടിനോട് ചേർന്നിരുന്നാലേ ഓളമുള്ളൂ. പൗരോഹിത്യ ജീവിതത്തിലേക്ക് 26 വർഷം മുമ്പ് പ്രവേശിക്കാനും എന്നിലൊരു പുരോഹിതനെ കണ്ടിട്ടുണ്ട്, ഫാദർ അലക്സാണ്ടർ കുരിക്കാട്ടിൽ. ആ പുരോഹിതനെ ഈ രൂപത്തിൽ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുക. എൻ്റെ സത്ത ഞാൻ വലിച്ചു കീറി ഏതൊരു ജനത്തിനു വേണ്ടി
പങ്കിട്ട് കൊടുക്കുന്നുവോ അതിനനുസരിച്ച് ഓരോ ദിവസവും ഞാൻ സ്വപ്നം കാണുന്ന പുരോഹിതൻ ഈ രൂപത്തിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സമർപ്പിത ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഓരോ സ്ത്രീയും, ഓരോ കന്യകാ സ്ത്രീയും അവരും അവരുടെ തന്നെ സത്ത ഈ വലിയ സത്തയോട് ചേർത്ത് വെച്ചുകൊണ്ട് അവരുടെ ജീവിതത്തിൻ്റെ അർത്ഥം തേടുകയാണ്, അർത്ഥം അന്വേഷിക്കുകയാണ്. ഈ ഒരു അന്വേഷണത്തിലാണ് ഈ മൂന്ന് കൂട്ടരും ഒരുപോലെ ദൈവമാകുന്ന സ്നേഹക്കടലിൻ്റെ ആഴം തേടി ഇതൊരോളമാണ്, ഇതൊരു താളമാണ്, ഇതൊരു സത്തയെ തേടുന്ന ഒരു അനുഭവമാണ്. ഇനി വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഓരോ കുടുംബജീവിതക്കാരെയും, പ്രത്യേകിച്ചും ഞാൻ തന്നെ എൻ്റെ പൗരോഹിത്യ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ പാടത്തും പറമ്പിലും പണിയെടുക്കുന്ന പിതാവിൻ്റെ അതിന് സഹകരിച്ച് ജീവിച്ച എൻ്റെ അമ്മയുടെ കയ്യിലാണ് ആദ്യ കാസയും പീലാസയും ഞാൻ കണ്ടത്. എന്ന് പറഞ്ഞാൽ കുടുംബജീവിതമാകുന്ന ആൾത്താരയിൽ ആ ജീവിതമാകുന്ന ബലി, അവിടുത്തെ ബലിവേദിയിൽ അവരവരുടെ ജീവിതം ബലിയായി അർപ്പിച്ചപ്പോൾ ആ ബലി കണ്ട് മക്കൾ വളരുമ്പോഴാണ് ഈ പൗരോഹിത്യ ജീവിതത്തിന് ഞാൻ എൻ്റെ അർത്ഥം ആദ്യം തേടുന്നത്. കുടുംബജീവിതത്തിൻ്റെ ബലി മാതാപിതാക്കളുടെ ജീവിതത്തിലൂടെ കണ്ടപ്പോഴാണ്. ഇത്രയും മനോഹരമായൊരു വിളി വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിട്ട് ആ വിവാഹ ജീവിതത്തിൻ്റെ അർത്ഥം ശരിക്കും ഉൾക്കൊള്ളാൻ സാധിക്കാതെ ആ ജീവിതത്തെ ഇന്നിട്ട് തട്ടിക്കളിക്കുക. പ്രത്യേകിച്ചും ഈ വിവാഹ ജീവിതത്തെ പ്രവേശിച്ചിട്ട് വിവാഹ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ദുരന്തമെന്ന് ഞാൻ പറയുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ മദ്യപാനം എന്ന് പറയുന്ന ഈ ഒരു വലിയ മാരക രോഗം അനേകം കുടുംബങ്ങളെ ഇന്ന് തകർത്തുകൊണ്ടിരിക്കുന്നു. ഇതിനെതിരെ ഒരു ചോദ്യം ഞാൻ ചോദിക്കാറുണ്ട്. മദ്യപിക്കുന്ന അപ്പന്മാരുടെ കൈകളിൽ പെൺമക്കൾ സുരക്ഷിതരാണോ എന്ന്. അനേകം കുട്ടികളുടെ, പ്രത്യേകിച്ച് ജയിലിലൊക്കെ ചെന്നിട്ടുള്ള പെൺകുട്ടികളുടെ ജീവിതാനുഭവങ്ങൾ അവരോട് പങ്കുവെക്കുമ്പോൾ പറയുന്നൊരു വാക്കുണ്ട്. ആദ്യം ഈ തെറ്റിലേക്ക് ഇവരെ തന്നെ വലിച്ചഴിച്ചത് ആരെന്ന് ചോദിച്ചാൽ എൻ്റെ അച്ഛനാ എന്ന് അവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കുടുംബജീവിതത്തിൻ്റെ വിളിയുടെ അർത്ഥവും നശിപ്പിക്കുന്ന ഒരു മാരക രോഗമാണ് മദ്യപാനം. ഈ ഒരു മാരക രോഗത്തിൻ്റെ പിടിയിൽ അമരുമ്പോൾ നശിക്കുന്നത് ഒരു തലമുറയാണ്, ഒരു തലമുറയുടെ കണ്ണിയാണ്. നമ്മുടെ അപ്പനമ്മ ഇങ്ങനെയൊരു തലമുറയുടെ കണ്ണി ആണ് വിവാഹമെന്ന ഉടമ്പടിയിലൂടെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ച് ജീവിക്കുമ്പോൾ അതിനകത്ത് ഈ മാരക രോഗത്തിന് അടിമപ്പെട്ട് കഴിയുമ്പോൾ തകരുന്നതും നശിക്കുന്നതും ഒരു തലമുറയുടെ കണ്ണിയാണ്. പ്രത്യേകിച്ചും കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ ഇവിടുത്തെ മദ്യപാനം ആത്മഹത്യാപരമെന്ന് ഞാൻ പറയും. ഇവിടെ നടക്കുന്ന ഓരോ കൊലപാതകങ്ങളും, ഓരോ സ്ത്രീ പീഡനവും, പ്രത്യേകിച്ചും പ്രായമേകാത്ത കുഞ്ഞുങ്ങളുടെ മേലുള്ള അതിക്രമങ്ങളുടെ എല്ലാം പിന്നിൽ ഒന്നുകിൽ മയക്കുമരുന്നിൻ്റെ, അല്ലെങ്കിൽ കഞ്ചാവിൻ്റെ, അല്ലെങ്കിൽ കഴിച്ച ഗുളികയുടെ എന്തെങ്കിലും പശ്ചാത്തലം കൂടാതെ ആർക്കും തൻ്റെ മനസ്സാക്ഷിയെ മരവിപ്പിക്കാതെ ഇതുപോലുള്ള തെറ്റിലേക്ക് ചെന്ന് എത്താൻ കഴിയില്ല. എറണാകുളത്ത് പരിചയപ്പെട്ട കില്ലർ ജെയ്മി എന്നു പേരുള്ള വാടക കൊലയാളിയായ ഒരു മനുഷ്യൻ 17 വർഷങ്ങൾക്ക് മുൻപ്, അവൻ്റെ അനുവാദത്തോടുകൂടെ ഞാൻ പേര് പറയുകയാണ്, 7 പേരുടെ ജീവൻ ഉത്തരവാദിയായിരുന്നു. വിവാഹം കഴിഞ്ഞ് ഏകദേശം 10-15 ദിവസം കഴിഞ്ഞപ്പോഴാണ് അവൻ്റെ ഭാര്യ അറിയുന്നത് ഇവൻ ആരാണെന്ന് പോലും. ഒരിക്കലും ഇതുപോലൊരു കൊട്ടേഷൻ കിട്ടി, പണി കഴിഞ്ഞു, കയ്യും കാലും കഴുകി, മുഖം കഴുകാതെ ചോരയുമായി വീട്ടിലേക്ക് വന്നപ്പോഴാണ് ഭാര്യ നടുങ്ങിയത്. അതിൻ്റെ ഫലമോ പിന്നീട് തുടർച്ചയായിട്ട് പല പല കുറ്റകൃത്യങ്ങൾ ചെന്നുവിട്ട് ഞാൻ POCയിലായിരിക്കുമ്പോഴാണ് അവൻ എൻ്റെ അടുത്ത് ആദ്യമായിട്ട് വരുന്നത്. വന്ന് ഷെയ്ക്ക് ഹാൻഡ് തന്നുകൊണ്ട് പറഞ്ഞൊരു വാക്കുണ്ട്, ഫാദർ ഞാനാണ് കില്ലർ ജെയ്മി. ഏതാണ്ടൊരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ്റെ ആ ഒരു സ്റ്റാൻഡേർഡിലാണ് ഈ ജെയ്മി വന്ന് ആദ്യം പരിചയപ്പെടുത്തുന്നത്. കുടുംബജീവിതത്തിൻ്റെ ആഴം അറിഞ്ഞിട്ടാണോ ഇവനൊക്കെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചത് എന്ന് ഞാൻ ചിലപ്പോഴൊക്കെ സംശയിച്ചിട്ടുണ്ട്. ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ ജീവിതമിട്ട് തട്ടിക്കളിച്ചു, 2 കുഞ്ഞുങ്ങളായി. ഈ ഒരു പശ്ചാത്തലത്തിലാണ് അവസാനത്തെ കൊല. അവൻ പൊന്നുരുന്തി ചാരായ ഷാപ്പിൽ കൊട്ടേഷൻ കിട്ടിയയാളെ അല്ല, പകരം വേറൊരാളെ കൊന്ന് 13 കൊല്ലവും 9 മാസവും ജയിലിൽ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയ കില്ലർ ജെയ്മി ഇന്ന് അവൻ തിരുവനന്തപുരത്ത് ഭീമാപ്പള്ളിയിൽ ഒരു വാടക വീട് എടുത്തു കൊടുത്ത് അവിടെ താമസിക്കുകയാണ്. ഞാനാണ് അവനെയും ഭാര്യയും 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് ഈ ശിക്ഷ കഴിഞ്ഞപ്പോൾ എറണാകുളം കമ്മീഷണറുടെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, സാറേ ഞാൻ ഇവനെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകുക.
കാരണം എറണാകുളത്ത് അറിയപ്പെടുന്നൊരു വാടക ഗുണ്ടയാണ്. കൊട്ടേഷൻ കിട്ടിക്കഴിഞ്ഞ് ഇവനൊക്കെ ചോദിക്കുന്ന ചോദ്യം ഞാൻ ഇപ്പോഴും ഓർക്കുക. 4 ചോദ്യം ചോദിക്കും: ഇരുത്തണോ, കിടത്തണോ, നടത്തണോ, ഉറക്കണോ? ഞാൻ ചോദിച്ചു, ഈ തെറ്റ് നിനക്ക് ചെയ്യാനുള്ള ആ പ്രേരണ നിനക്ക് എവിടെ നിന്ന്, ഇതിനുള്ള ശക്തി നിനക്ക് എവിടെ നിന്ന്? അവൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ: ഏതെങ്കിലും ഒരു മയക്കുമരുന്നിൻ്റെയോ കഞ്ചാവിൻ്റെയോ പിൻബലം കൂടാതെ അച്ഛാ ഈ തെറ്റ് ചെയ്യാൻ കഴിയില്ല എന്ന കില്ലർ ജെയ്ബി പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. അതുകൊണ്ട് ഈ പറയുന്ന കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച അനേകം കുടുംബങ്ങൾ ഇന്ന് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കിട്ടുന്നത് മുഴുവൻ കൊണ്ടുപോയി ഷാപ്പിൽ കൊടുത്തിട്ട് കുടുംബവും കുഞ്ഞുങ്ങളും അനാഥമാകുന്നൊരു പ്രത്യേക അവസ്ഥയിലേക്ക് എങ്ങനെയോ നമ്മുടെ നാട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതൊരു മാരക രോഗം, അഹങ്കാരമാണെന്നൊരു പരിധിവരെ ചിന്തിച്ചിരുന്ന ഞാൻ ഇപ്പോഴെനിക്ക് ബോധ്യമായി മദ്യപാനം ഒരു രോഗമാണ് എന്നുള്ള ആ ഒരു ബോധ്യം. ആദ്യം ഈ കുടിക്കുന്നവൻ്റെ നശിക്കുന്നത് അവൻ്റെ രുചി അറിയുവാനുള്ള കഴിവാണ്. അതിനുശേഷം അവൻ കഴിക്കുന്ന മദ്യം പതുക്കെ ആമാശയത്തിലേക്ക് വന്ന് ആ ആമാശയത്തിൽ ഒരു ചെറിയ വാൽവുണ്ട്. കൊച്ചു കുഞ്ഞുങ്ങളോ യുവാക്കളോ ആദ്യം കുടിക്കുമ്പോൾ ഛർദ്ദിക്കാനുള്ള കാരണം എന്തെന്ന് ഡോക്ടർമാർ വിവരിച്ചു തന്നത് ഇത്രയേ ഉള്ളൂ: ആ വിഷം ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ ആ വാൽവ് അടയുക, ഉള്ളിലേക്ക് പോകില്ല. അതാണ് ഛർദ്ദിയായിട്ട് പുറത്തേക്ക് വരുന്നത്. വീണ്ടും കുറച്ച് നാൾ കഴിയുമ്പോൾ ആ വാൽവ് കേടായി കഴിയുമ്പോൾ കുടിച്ച മദ്യത്തിൽ 25% ആമാശയത്തിൽ വെച്ച് ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്, രക്തത്തിലേക്ക് കലരുകയാണ്. ബാക്കി 75%-ൽ 5% വിയർപ്പിലൂടെ പുറത്തു പോയിട്ട് ബാക്കി 70% വൻകുടലിലും ചെറുകുടലിലും വെച്ച് അത് അവൻ്റെ രക്തത്തിലേക്ക് കലർന്നിട്ട് ഈ മദ്യം കലർന്ന വിഷം കലർന്ന രക്തമാണ് കരളിലേക്ക് പതുക്കെ ഒഴുകിയെത്തുക ശുദ്ധി ചെയ്യാൻ വേണ്ടി. അങ്ങനെയാണ് കരള് കേടുപിടിച്ച ഈ കരള് അവസാനം ലിവർ സിറോസിസ് എന്നുള്ള രോഗത്തിന്, മാരക രോഗത്തിന് വിധേയരായി കേടുപിടിച്ച ചോര തലച്ചോറിലെത്തുന്നു. അങ്ങനെ തലയുടെ ബാലൻസ് പോയി, ഹാർട്ടിൻ്റെ ഇടിപ്പ് 8 മിനിറ്റിൽ കൂടും. ഇങ്ങനെ ഓരോ അവയവങ്ങൾ കേടായി മനുഷ്യൻ പ്രായമെത്തുന്നതിന് മുമ്പ് മരിക്കുക. അപ്പോൾ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ച അനേകം കുടുംബങ്ങൾ ഇന്ന് ദുരിതത്തിലും വേദനയിലും നരകതുല്യമായൊരു അവസ്ഥയിലേക്കും കൊണ്ടെത്തിക്കുന്നത് ഈ വലിയ മാരക രോഗമാണ്. ഇതിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റ് എന്ന് പറയാവുന്നതാണ് സംശയ രോഗം. ഭാര്യയെ സംശയിക്കുക. പ്രത്യേകിച്ച് മദ്യപാനിയായ ഒരു വ്യക്തി എപ്പോഴും അവനെ സംബന്ധിച്ചിടത്തോളം ഓരോ കാര്യത്തിലും തൻ്റെ ഭാര്യയെ സംശയിക്കുക. സംശയ രോഗത്തിലേക്ക് ഏതെങ്കിലും ഒരു കുടുംബം വഴുതി വീണാൽ ഇത് കുടുംബജീവിതത്തിൻ്റെ അവസാനം എന്ന് തന്നെ സൂചിപ്പിക്കാം. കാരണം ഇതിനകത്ത് നിന്ന് മോചനം കിട്ടുക അത്ര എളുപ്പമല്ല. വീണ്ടും വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഓരോ സ്ത്രീയും പുരുഷനും ഞാൻ ചിലപ്പോഴൊക്കെ ധ്യാന സമയത്തൊക്കെ പറയാറുണ്ട്, ഒരു അപ്പനെ അപ്പനാക്കുന്നത് അമ്മയാണ്, ഭാര്യയെ അമ്മയാക്കുന്നത് അപ്പനാണ്. എറണാകുളം ഹൈക്കോടതിയിൽ ഏതൊരു കേസും വിജയിക്കുന്ന 3 ഡിഗ്രി ഉള്ള ഒരു വ്യക്തി ഞാൻ എറണാകുളത്തായിരിക്കുമ്പോൾ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി വന്നത് ഓർക്കുന്നു. ഈ മനുഷ്യൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഫാദറെ, ജീവിതത്തിൽ മടുത്തു, കേസ് കോടതിയിൽ ഞാൻ വാദിച്ച് മിക്കവാറും എല്ലാ കേസുകളും ഞാൻ ജയിക്കും, ഞാൻ തോൽക്കുന്ന ഒരു സ്ഥലമുണ്ട്, മറ്റെവിടെയുമല്ല, എൻ്റെ വീട്ടിൽ, എൻ്റെ ഭാര്യയുടെ മുൻപിൽ. സകല വഴിയും മുട്ടി അവസാനം ആത്മഹത്യയുടെ വക്കിലെത്തിക്കഴിഞ്ഞപ്പോഴാണ് വരിക. ഞാൻ വീണ്ടും 2 ദിവസം ഞങ്ങൾ ആശ്രമത്തിൽ തന്നെ താമസിപ്പിച്ചിട്ട് വിളിച്ചു വീട്ടിലേക്ക്. ആ സ്ത്രീ ഫോൺ എടുത്തു. ആ എന്നും ഓ എന്നുമുള്ള ചില പ്രതികരണങ്ങൾ കേട്ട് അയാൾ പറഞ്ഞു, ഞാൻ വീട്ടിലേക്ക് പോകാം, അച്ഛനൊന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ അയാൾ പറയുകയായിരുന്നു, ഞാൻ അവിടെ കയറി ചെല്ലുമ്പോൾ 1 കപ്പ് കാപ്പി എനിക്കെടുത്തു തന്നിട്ടൊരു ഭർത്താവായിട്ട് എന്നെ ഒന്ന് അംഗീകരിച്ചാൽ ഞാൻ അവളെ സ്വർണം കൊണ്ട് പൊതിയാം. ഇയാൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്കറിയില്ല. ഏതായാലും ഈ രീതിയിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നൽകി കൊടുത്ത് പങ്കിട്ട് ഒരു കുടുംബ പശ്ചാത്തലത്തിൽ ജീവിക്കുമ്പോഴാണ് മക്കൾ ഹൃദയത്തിൽ ജനിക്കുക. സകല മൃഗങ്ങളും മക്കളെ ജനിപ്പിക്കുന്നത് ഉദരത്തിലാണെങ്കിൽ മനുഷ്യ മക്കൾ ജന്മമെടുക്കേണ്ടത് ഹൃദയത്തിലാണ്. ഹൃദയവും തമ്മിൽ ഒന്നു ചേരാനുള്ള വിളിയാണ് ദൈവത്തിൻ്റെ സത്തയിൽ പങ്കുചേരാൻ വേണ്ടിയുള്ള വിളി സ്വീകരിക്കുന്ന ഓരോ സ്ത്രീയും പുരുഷനും സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വിവാഹ ജീവിതത്തിൻ്റെ ആഴവും അർത്ഥവും ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ തനിമ എന്ന് വചനത്തിൻ്റെ വെളിച്ചത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഈ ജഡത്തിലേക്ക് ദൈവത്തിൻ്റെ വചനം വീണ് ആ വചനം വീണ് ഓരോ സ്ത്രീയും പുരുഷനും
കത്ത് പിടിച്ചിട്ടേ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാവൂ എന്ന് തുടക്കത്തിലേ സൂചിപ്പിച്ചു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് തങ്ങളുടെ മക്കളിലേക്ക് ഇന്നത്തെ മാതാപിതാക്കളുടെ ശ്രദ്ധ തിരിയേണ്ടിയിരിക്കുന്നു എന്ന് കൂടെ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുക. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ബോംബെയിൽ ചെന്നപ്പോൾ, സുഹൃത്താണ്, നാട്ടുകാരാണ്, അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എഞ്ചിനീയറാണ് രണ്ടുപേരും. 3 വയസ്സുള്ള കുഞ്ഞ് 3-ാം നിലയിൽ നിന്ന് പതുക്കെ പിടിച്ചവൻ 8-ാം നില വരെ കയറി ചെന്നിട്ട് ആ വാതിൽക്കൽ ചെന്ന് മുട്ടി. പൂനെയിലൊരു കോഴ്സിന് പോയി കഴിഞ്ഞപ്പോൾ ബോംബെയിൽ ചെന്നപ്പോൾ ആ വീട്ടിൽ ചെന്നപ്പോൾ ആ വീട്ടിൻ്റെ ഉടമയും ആ ജെയിംസും ആനിയും പറയുകയായിരുന്നു, ഫാദറെ, ഞങ്ങളുടെ കുഞ്ഞ് കഷ്ടിച്ച് നടക്കാൻ തുടങ്ങിയ ആ സമയത്ത് വീട്ടുകാരിയെ കാണാതെ 3-ാം നിലയിൽ നിന്ന് 8-ാം നിലയിൽ ചെന്ന് വാതിൽക്കൽ മുട്ടിയിട്ട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, ആൻറ്റി, കോണ്ട് യു സ്പീക്ക് വിത്ത് മീ? ആൻറ്റി, എന്നോടൊന്ന് സംസാരിച്ചുകൂടെ? ആ ചോദ്യം കേട്ട് ആ ആനി തൊട്ടടുത്ത ദിവസം ഓഫീസിൽ ചെന്ന് ജോലി രാജിവെച്ച്, അന്ന് ഞാൻ ചെന്നപ്പോൾ പറയുമായിരുന്നു, ഫാദറെ, ഞാൻ ഇന്ന് എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയാണ്. അതിൻ്റെ അർത്ഥം ജോലി ചെയ്യുന്ന സകല സ്ത്രീകളും ജോലി രാജിവെച്ച് വീട്ടിലേക്ക് വരണമെന്നല്ല. ഒരു സ്ത്രീക്ക് ഈ ഭൂമിയിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ഉദ്യോഗം അമ്മയാകുവാനുള്ള വിളിയാണ്. ആ വിളിയിൽ വിശ്വസ്തതയില്ലാതെ പോയി കഴിയുമ്പോൾ അവിടെ തകരുന്നത് ഈ കുഞ്ഞുങ്ങളുടെ ജീവിതമാണ്. പലപ്പോഴും ഇന്നത്തെ ഈ സമൂഹത്തിൻ്റെ തിന്മകളുടെയൊക്കെ പിന്നിൽ ഉള്ളത് കിട്ടേണ്ട സ്നേഹം മാതാപിതാക്കളിൽ നിന്ന് കിട്ടേണ്ട സമയത്ത് കിട്ടാതെ പോകുന്നത് കൊണ്ട് കിട്ടുന്ന ഒരു പ്രത്യേക അവസ്ഥയുണ്ട്. അവരുടെ ജീവിതത്തിലേക്ക് വരണ്ട തൊലി എന്ന് മനഃശാസ്ത്രജ്ഞന്മാർ വിളിക്കുന്ന ഡ്രൈ സ്കിൻ. സ്നേഹത്തിൻ്റെ ചൂടുള്ള സ്പർശനം അപ്പൻ്റെ മക്കൾക്ക് കിട്ടേണ്ട പ്രായത്തിൽ കിട്ടണം. അമ്മയുടെ സ്നേഹത്തിൻ്റെ സ്പർശനം ഈ കുഞ്ഞുങ്ങൾക്ക് കിട്ടേണ്ട പ്രായത്തിൽ കിട്ടണം. അത് കിട്ടാതെ വന്ന് കഴിയുമ്പോൾ ഇവർ വീണ്ടും ചില തെറ്റിയ വഴിയിലേക്ക്, തെറ്റിയ വായനകളിലേക്ക്, ഇൻ്റർനെറ്റിൻ്റെ തകർച്ചയിലേക്ക്, മൊബൈൽ ഫോണിൻ്റെ തകർച്ചയിലേക്ക്. ഇതെല്ലാം നല്ലതിനാണെങ്കിൽ നല്ലതാ, തകരാനാണെങ്കിൽ ഇത് മതി. കുടുംബ ജീവിതത്തെയും ഇന്നത്തെ വളരുന്ന തലമുറയെയും നശിപ്പിക്കാൻ ഇത് മതി. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിവാഹ ജീവിതം ഗൗരവമുള്ള വിളിയാണ്. വേണ്ടത്ര ഒരുക്കം കൂടാതെ ഈ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ച് ഇന്ന് അനേകം ജീവിതങ്ങൾ ഇന്ന് പരസ്പരം വിട്ട് തട്ടിക്കളിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ ഗൗരവവും ആഴവും ഉൾക്കൊണ്ടുകൊണ്ട് ഇത് ഉടമ്പടിയാണ് എന്നറിഞ്ഞുകൊണ്ട് ആ ഉടമ്പടിയുടെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനും ഇതൊരു തലമുറയോടുള്ള കടപ്പാടാണ് എന്നോർത്തുകൊണ്ട് വിവാഹ ജീവിതത്തെ മനോഹരമാക്കി തീർക്കാൻ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.